ആശാ സമരത്തെ പറ്റി എല്ലാ ദിവസവും ഒരു വീഡിയോ ചെയ്യാതെ പറ്റൂലല്ലോ. കാരണം കേരളത്തെ മാറ്റിമറിക്കുന്ന ഒരു സമരം അവിടെ നടക്കുകയാണല്ലോ. അങ്ങനെയാണല്ലോ അതിൻ്റെ അവകാശവാദങ്ങൾ. അപ്പോൾ ഏപ്രിൽ 12 അടുത്ത ദിവസം പൗരസാഗരം സംഘടിപ്പിക്കുകയാണ്. ഈ സമരത്തെ പിന്തുണയ്ക്കുന്ന കുറേ സംഘടനകളുണ്ടല്ലോ. അവരുടെ പൗരസാഗരം കേരളം മുഴുവൻ, തിരുവനന്തപുരത്തും കേരളം മുഴുവൻ സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരിക്കും ഈ പൗരസംഗമം പൗരസാഗരം സംഘടിപ്പിക്കുക. സംഗമമല്ല, സാഗരം. അപ്പോൾ അതിൻ്റെ ഒരു വിലയിരുത്തൽ വരുമ്പോൾ ഈ സൂസി മിനിയും ബിന്ദുവും മിനിയുടെ ഭർത്താവ് ഷാജർ ഖാനും നയിക്കുന്ന ഈ സൂസി സമരത്തെ സഹായിക്കാൻ ഒരു സമരസഹായ സമിതി രൂപീകരിച്ചിരുന്നു. ആ സമിതിയോട് നിങ്ങളുടെ സമിതി സഹായമൊന്നും വേണ്ട എന്ന് പറഞ്ഞവരാണ് സൂസി മിനിയും സൂസി ഷാജർ ഖാനും സൂസി ബിന്ദുവും. ഞങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തോളാം, നിങ്ങളുടെ സമരസഹായ സമിതിയൊന്നും വേണ്ട. അങ്ങനെ സമരസഹായ സമിതിക്ക് പണി കിട്ടി. ആശാ വർക്കേഴ്സ് സമരസഹായ സമിതി. എന്നിട്ട് നാണോ മാനോ ഇല്ലാതെ ഞങ്ങൾ ഈ സമരത്തെ പിന്തുണയ്ക്കുന്നു. അപ്പൊ അവരുകൂടി കൂടിയിട്ടാണ് പൗരസാഗരം സംഘടിപ്പിക്കുന്നത്. നിങ്ങളെ ഇവിടെ വേണ്ട, നിങ്ങളുടെ സമരസഹായ സമിതി ഒരു കുന്തവും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടും പിന്നാലെ മണപ്പിച്ചിങ്ങനെ ചെല്ലുന്ന ഒരു 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 എന്താ പറയുന്ന ആ ഒരു മനോഭാവത്തെ നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഈ സമരസഹായ സമിതി അവരുടെ നേതൃത്വത്തിലാണ് പൗരസാഗരം സംഘടിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഞങ്ങളെ വേണ്ടെങ്കിലും ഞങ്ങൾക്ക് നിങ്ങളെ വേണം, ഞങ്ങൾ സമരത്തിന്റെ കൂടെ തന്നെ നിൽക്കും. നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാലും ഞങ്ങൾ ഇവിടുന്ന് പോവില്ല എന്നതാണ് പൗരസാഗരം സംഘടിപ്പിക്കുന്ന സമരസഹായ സമിതിയുടെ നിലപാട്. ആയിക്കോട്ടെ. അപ്പോ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് പൗരസാഗരത്തിന്റെ സമരസഹായ സമിതിയുടെ ചില വിലയിരുത്തലുകൾ പറയുന്നത് 21,000 ഓണറേറിയം വേണമെന്ന്, ഒറ്റയടിക്ക് വേണമെന്ന് സമരക്കാരൊരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. 21,000 ഓണറേറിയവും 5 ലക്ഷം രൂപ വിരമിക്കുമ്പോൾ അതും ആനുകൂല്യം നൽകണമെന്ന്, അത് കിട്ടിയാലേ സമരം പിൻവലിക്കൂ എന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല, സമരസമിതിയും പറഞ്ഞിട്ടില്ല, സമരസമിതിയും പറഞ്ഞിട്ടില്ല. സർക്കാർ കുറച്ചുകൂടി ഒരു ആനുകൂല്യം ഒന്നും പ്രഖ്യാപിച്ച സമരം പിൻവലിക്കാം എന്നിപ്പോ വന്നിരിക്കുന്നു. ഇതായിരുന്നില്ലല്ലോ നേരത്തെ മുടി മുറിച്ചപ്പോഴും തല മുണ്ടനം ചെയ്തപ്പോഴുള്ള ഡിമാൻഡ്. 21,000 തരാതെ ഇവിടുന്ന് ഇറങ്ങത്തില്ല, സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലെ പന്തലിൽ നിന്ന് ഇറങ്ങത്തില്ല. 5 ലക്ഷം പിരിയുമ്പോൾ വിരമിക്കുമ്പോഴും കിട്ടിയേ തീരുവുള്ളൂ. ഈ നിലപാടിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല. 5 തവണ മന്ത്രി തന്നെ ചർച്ച നടത്തി. അവസാനം 5ാം ചർച്ചയിൽ ഞങ്ങൾക്കൊരു 3000 കൂട്ടി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സമരം പിൻവലിക്കാം. സർക്കാർ പറഞ്ഞ സമിതിയെ വെച്ചിട്ട് തീരുമാനിക്കാം. അപ്പൊ സമരത്തിന്റെ ഗതി എങ്ങോട്ടാണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി എത്ര നാൾ ഇങ്ങനെ സമരം ഇരിക്കും? ഇപ്പൊ എന്താ സമരത്തിന്റെ അവസ്ഥ? സമരം പിൻവലിക്കാൻ ഒരു പഴുതു നോക്കുകയാണ് സമരസമിതി. മിനിയുടെ സൂസി സമരസമിതി ഇപ്പൊ കാണുന്ന കാഴ്ച എന്താന്ന് വെച്ചാല്, ഈ സമരം അവസാനിപ്പിക്കാൻ മാന്യമായിട്ട് തലയിൽ മുണ്ടിട്ട് നടക്കാതെ മാന്യമായിട്ട് ഈ സമരം അവസാനിപ്പിക്കാൻ ഒരു വഴി സർക്കാർ ഒരുക്കി തരണം എന്നാണ് ഇപ്പൊ സമരസമിതിയുടെ ആവശ്യം. പരസ്യമായിട്ട് പറയില്ല, രഹസ്യമായിട്ട് ആ മനോഭാവത്തിലേക്ക് സൂസി സമരസമിതി എത്തിയിരിക്കുന്നു. എന്തൊക്കെയായിരുന്നു ബഹളം? മലപ്പുറം കത്തി, വടിവാള്, ബോംബ്, മറിച്ച്. ഇപ്പൊ സമരം അവസാനിപ്പിക്കാനുള്ള വഴി തേടുകയാണ്. ഇത് ഞങ്ങൾ പണ്ടൊരു കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഞങ്ങൾ പറഞ്ഞതാണ്. ഒരു സമരം തുടങ്ങാൻ എളുപ്പമാണ്, പക്ഷെ സമരം അവസാനിപ്പിക്കാൻ അത്ര എളുപ്പമല്ല. തുടങ്ങുമ്പോൾ ഇതൊക്കെ ആലോചിക്കണമായിരുന്നു. തേടുകയാണ്. അപ്പൊ അതിനകത്ത് ഇനി എന്തൊക്കെ നടക്കും? ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ മുന്നറിയിപ്പ് പോലെ ഇനി എന്തൊക്കെ നടക്കും, എന്തൊക്കെ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടും. സമരപന്തലിരിക്കുന്ന ആശാവർക്കർമാർ സൂക്ഷിക്കുക, നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ്, സൂക്ഷിക്കണം. പ്രത്യേകിച്ച് രാത്രിയിൽ അവിടെ എന്താ സംഭവിക്കുക എന്നുള്ളത്. ഈ സമരക്കാർ തന്നെ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു, സൂക്ഷിക്കുക, ജാഗ്രത വേണം. ആശാസമരം 26,125 പേരിൽ വെറും 2,000 പേര് പോലും ഇപ്പോൾ അവിടെ സമരത്തിനില്ല. ആകെ 300, 400, 500 താഴെ പേരെ ഇപ്പോൾ അവിടെ ഉള്ളു സമരപന്തലിൽ. പകല് വരുന്നവര്, രാത്രി കുറച്ചുപേര് അവിടെ കാവലിരിക്കുക ആശാവർക്കർമാര് പന്തലില്. പിന്നെ മാപ്രകൾ അതിനേക്കാൾ കൂടുതൽ അവിടെ കോലും വെച്ച് ക്യാമറയും വെച്ച് അവിടെ ഇരിപ്പുണ്ട്. ഇപ്പൊ മാപ്രകളാണ് സമരപന്തലിൽ കൂടുതൽ രാത്രിയില്. അതുകൊണ്ട് അവിടെ രാത്രി കഴിയുന്ന ആശാവർക്കർമാര്
അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് സൂക്ഷിക്കുക, നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ്, സൂക്ഷിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ.